നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസ്സി. പ്രധാന വാർത്തകൾ. സപ്ലൈകോ ഓണം ജില്ലാ ഫെയറിന് ആലപ്പുഴയിൽ തുടക്കമായി. വിപണിയിലെ സർക്കാർ ഇടപെടൽ ശക്തമായി തുടരുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഓണം ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുഞ്ഞിന്റെ ആരോഗ്യം പോലെ തന്നെ കരുതണം അമ്മയുടെ മാനസികാരോഗ്യവും എന്ന സന്ദേശമുയർത്തി പ്രസവാനന്തര വിഷാദരോഗ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജാപ്പാനീസ് സാങ്കേതിക വിദ്യ പരീക്ഷിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ സാന്നിധ്യത്തിലാണ് ശുചീകരണ പ്രക്രിയ നടത്തിയത്. ജീവനക്കാരെ പട്ടിണിക്കിടരുത് എന്ന മുദ്രാവാക്യമുയർത്തി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിജീവന ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും തുടർന്ന് റോഡ് ഉപരോധവും നടത്തി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വാർത്തകൾ വിശദമായി. സപ്ലൈകോ ഓണം ജില്ലാ ഫെയറിന് ആലപ്പുഴയിൽ തുടക്കമായി. വിപണിയിലെ സർക്കാർ ഇടപെടൽ ശക്തമായി തുടരുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഓണം ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി സർക്കാർ പൊതുവിപണിയിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സെപ്റ്റംബർ 14 വരെ ആലപ്പുഴ ജില്ലാ കോടതിപ്പാടത്തിന് സമീപം പുന്നപ്ര വയലാർ സ്മാരക ഹാളിൽ നടത്തുന്ന ഓണം ജില്ലാ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഘോഷങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യവും പ്രത്യേകതയുമുണ്ട്. നമ്മുടെ ആഘോഷങ്ങളിലെല്ലാം ഏറ്റവും പ്രാധാന്യത്തോട് നിൽക്കുന്ന ഒരു കാര്യം ഭക്ഷണമാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം എന്നുള്ളത് ഓണത്തിന് അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യം അല്ല. അതുകൊണ്ട് തന്നെ ഓണം വിപണിയിൽ ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പനയ്ക്കും പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസ്ഥാന സർക്കാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇത്തരത്തിൽ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. മനോഹരമായി തയ്യാർ ചെയ്തിരിക്കുന്ന ആലപ്പുഴയുടെ ഈ ഓണം ഫെയർ, ജില്ലാ ഓണം ഫെയർ ഔപചാരികമായി നിറഞ്ഞ കേരളം പല മേഖലയിലും രാജ്യത്ത് 1-ാം സ്ഥാനത്താണ്. ഈ നേട്ടത്തിന്റെ പ്രധാന ഭാഗം പൊതുവിപണിയിലെ ഇടപെടലിലൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. എച്ച് സലാം MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA മുഖ്യാതിഥിയായി. ആലപ്പുഴ നഗരസഭ അധ്യക്ഷ കെ ജയമ്മ, നഗരസഭ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MG സതീദേവി, ജില്ലാ സപ്ലൈ ഓഫീസർ K മായാദേവി, സപ്ലൈകോ മേഖലാ മാനേജർ B ജ്യോതിലക്ഷ്മി, ഡിപ്പോ മാനേജർ അബ്ദുൾ റഷീദ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാവിലെ 9:30 മുതൽ രാത്രി 8 മണി വരെയായിരിക്കും ഓണം ഫെയറിന്റെ പ്രവർത്തന സമയം. ഫെയറിനോടനുബന്ധിച്ച് വിവിധ സർക്കാർ ഏജൻസികളുടെ സ്റ്റാളുകളും പ്രവർത്തിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യം പോലെ തന്നെ കരുതണം അമ്മയുടെ മാനസികാരോഗ്യവും എന്ന സന്ദേശമുയർത്തി പ്രസവാനന്തര വിഷാദരോഗ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിന്റെ ആരോഗ്യം പോലെ തന്നെ കരുതണം അമ്മയുടെ മാനസികാരോഗ്യവും എന്ന സന്ദേശം നൽകിക്കൊണ്ട് പ്രസവാനന്തര വിഷാദരോഗത്തെ അധികരിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഭാവം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടിയിൽ സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു. മാനസിക രോഗം ഉള്ളവർ, ചികിത്സയിൽ ഇരിക്കുന്നവരും അത് കൂടുതലായിട്ട് ഈ കാലയളവിൽ കൂടുതലായിട്ട് പ്രകടമായിട്ട് അതിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സമ്മർദ്ദവും ഒക്കെ ഗർഭകാലത്ത് കൂടുതലാണെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഉത്കണ്ഠ രോഗവും വിഷാദം, ഓട്ടിസം, ADHD ഇതൊക്കെ ADHD ഒക്കെ നമുക്കിപ്പോൾ അറിയാം. ഫാസിലല്ലേ നമ്മുടെ തന്നെ നാട്ടുകാരനാണ് പറഞ്ഞത് ADHD. അപ്പോൾ ആരെങ്കിലുമൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടാവും എന്താ ADHD എന്ന്.
പിരിവിരിപ്പും ശ്രദ്ധക്കുറവും ഒക്കെയുള്ള കുട്ടികളുടെയാണ് നമ്മൾ ADHD ഡയഗ്നോസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ കൂടുന്നത് ഈ അമ്മമാരുടെ ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രി വണ്ടാനം ആലപ്പുഴയിലെ മാനസികാരോഗ്യ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാലിമ ക്ലാസ് നയിച്ചു. മെവിറ്റ് മാത്യു, S. ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആശുപത്രി ജീവനക്കാർ, ആശാപ്രവർത്തകർ, രോഗികളുടെ കൂട്ടിരിപ്പുകാർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജപ്പാനീസ് സാങ്കേതിക വിദ്യ പരീക്ഷിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ സാന്നിധ്യത്തിലാണ് ശുചീകരണ പ്രക്രിയ നടത്തിയത്. ഹോട്ടൽ വ്യവസായ രംഗത്തെ കീറാമുട്ടിയായ ഉപയോഗജല സംസ്കരണത്തിന് പരിഹാരമാകുന്നു. മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജാപ്പാനീസ് സാങ്കേതിക വിദ്യ പരീക്ഷിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ സാന്നിധ്യത്തിലാണ് ശുചീകരണ പ്രക്രിയ നടത്തിയത്. ഡാർക്ക് വാട്ടർ, ഗ്രേ വാട്ടർ മാനേജാണ് നമുക്ക് ഏറ്റവും വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗ്രേ വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്ന ഹോട്ടൽ ഉൾപ്പെടെ നമ്മുടെ വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മാനേജ്മെന്റ് നമുക്ക് ഇതിന്റെ സംവിധാനമില്ല. നമ്മളെ കുറിച്ചുള്ള നമുക്കറിയാവുന്ന പറയും നമ്മളൊരു ഫ്ലഡ് പ്രോൺ ഏരിയയാണ്. വളരെ എത്രയും പെട്ടെന്ന് എപ്പോഴും ഏറ്റവും കൂടുതൽ വെള്ളം ഡ്രെയിനേജ് ചെയ്തപ്പോൾ കടലിലേക്ക് പോകുന്ന സ്ഥലം നമ്മുടെയാണ്. ഒരു 30% മുകളിൽ സ്ഥലങ്ങൾ നമ്മുടെ ബിലോ വാട്ടർ ലെവലാണ്. അപ്പോൾ തന്മൂലം നമ്മളുടെ കക്കൂസിൽ സെപ്റ്റ് ടാങ്കുകളൊക്കെ തന്നെ നിറയാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേസ്റ്റ് വാട്ടറിലെ ഡിസ്പോസലിനൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സംവിധാനത്തിലാണ് ഞാൻ അമൃതയുടെ ഡയറക്ടറായ സമയത്ത് നമ്മൾ ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് കമ്പനിയിൽ 20ഓളം ടെക്നോളജി ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് നമുക്ക് സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യും. അവർ കേന്ദ്ര ഗവൺമെന്റ് പ്രസന്റ് ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടി ഒന്നാമതെത്തിയ ഒരു ഇതാണ് ഗ്രൂപ്പാണ് സ്റ്റാർട്ട് സൊല്യൂഷൻസ്. അമൃതന്റെ തന്നെ നാഷണൽ ലെവലിൽ അവാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അഞ്ച് കേരളത്തിൽ നിന്ന് 5 സ്റ്റാർട്ടപ്പുകളെ സെലക്ട് ചെയ്യാത്ത ഏറ്റവും മുൻപന്തിയിലുള്ള സ്റ്റാർട്ട് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സംവിധാനം നമുക്ക് പ്രാവർത്തികമാക്കണം. സൊല്യൂഷൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം ഹരിത കേരള മിഷന്റെ മേൽനോട്ടത്തിൽ സ്ക്വാസ് സൊല്യൂഷൻസിന്റെ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണ പ്രവർത്തനം ആലപ്പുഴയിലെ ഹോട്ടൽ ഉടമകൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒന്നാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മലിനജല സംസ്കരണത്തിന് ജാപ്പാനീസ് സാങ്കേതിക വിദ്യയാണ് പയ്യന്നൂർ സ്വദേശി ഡോക്ടർ ഹരീഷ് നമ്പ്യാർ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലുള്ള മറ്റെല്ലാ സാങ്കേതിക വിദ്യകളെക്കാളും ചെലവ് കുറവും ലളിതവുമാണ് പുതിയ സാങ്കേതിക വിദ്യ. 1 മണിക്കൂറിൽ 2000 ലിറ്റർ ഉപയോഗജലം സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള മിനി ലോറിയിൽ സഞ്ചരിക്കുന്ന സംസ്കരണ സംവിധാനമാണ് സ്ക്വാസ് സൊല്യൂഷൻസ് ആലപ്പുഴയിലെത്തിച്ചത്. നിലവിൽ അമൃത് പദ്ധതിയുടെ സ്റ്റാർട്ടപ്പായി തെരഞ്ഞെടുത്തിട്ടുള്ള സ്ക്വാസ് സൊല്യൂഷൻ കോഴിക്കോട് നഗരത്തിൽ കനാൽ ശുദ്ധീകരണ പ്രവർത്തനത്തിന്റെ പരീക്ഷണം നടത്തിവരികയാണ്. കേരളീയം, ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള എന്നിവയിലെയും എറണാകുളം GCDAയിലെയും പാചകപ്പുരകളിലെ ഉപയോഗജലം ഫലപ്രദമായി ശുദ്ധീകരിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞതായും അധികൃതർ പറഞ്ഞു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത ടീച്ചർ, നഗരസഭാ സെക്രട്ടറി മുംതാസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ വർഗീസ്, പരിസ്ഥിതി എഞ്ചിനീയർ CV സ്മിത, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മനാഫ് S കുബാബ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ രാജേഷ്, KHRA പ്രതിനിധികൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജീവനക്കാരെ പട്ടിണിക്കിടരുത് എന്ന മുദ്രാവാക്യമുയർത്തി അധ്യാപക സർവീസ് സംഘടന സമരസമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിജീവന ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരെ പട്ടിണിക്കിടരുതെന്ന മുദ്രാവാക്യമുയർത്തി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിജീവന ധർണ സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ, AKSTU, KSSA, KLSSF, UFUS, PFST എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കുക, ആർജിതാവധി ആനുകൂല്യം പണമായി നൽകുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ വിഹിതം ഈടാക്കുന്നത് അവസാനിപ്പിക്കുക, പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അതിജീവന ധർണ സംഘടിപ്പിച്ചത്. നേരത്തെ ആലപ്പുഴ വെള്ളക്കിണർ ജംഗ്ഷനു സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. വേണ്ടി ഒരു 2% ക്ഷാമബത്ത അനുവദിച്ചു എങ്കിൽ പോലും ആ അനുവദിച്ച ക്ഷാമബത്തയുടെ പോലും കുടിശ്ശിക പ്രഖ്യാപിക്കുകയോ
മുൻകാലങ്ങളിലെ പോലെ PF-ലേക്ക് നൽകുകയോ ഒന്നും ചെയ്യാതെ ഈ ജീവനക്കാർ 2021 ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ വിലക്കയറ്റത്തെയും നേരിട്ടുകൊണ്ട് ഈ വർത്തമാനകാലത്ത് വളരെ ജോയിന്റ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് M. അനിൽകുമാർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനകളുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ അതിജീവന ധർണയിൽ സംബന്ധിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും തുടർന്ന് റോഡ് ഉപരോധവും നടത്തി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി. DCC ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC ജനറൽ സെക്രട്ടറി മുൻ MLA-യുമായ A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ക്രമസമാധാന പാലനത്തിന് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ADGP ആണ്. ഈ പറഞ്ഞ ക്രിമിനൽ ആയ ADGP-യെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തി കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം പറയുന്ന ആ തരത്തിലുള്ള ശിക്ഷാവിധി ഉണ്ടാകണം എന്നുള്ള ആവശ്യം, അതിനെല്ലാം കൂട്ടുനിന്ന ഒരു മുഖ്യമന്ത്രി തൽസ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരമുഖത്തേക്ക് വന്നവരെ ദൂരമായി തള്ളിക്കളയ്ക്കാൻ ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ, കൊലപാതക സംഘങ്ങളുടെ, കള്ളക്കടത്തുകാരുടെ എല്ലാം സംരക്ഷകരായി മാറിയിരിക്കുന്ന കേരള പോലീസിന്റെ അവരുടെ കൃത്യമായി അവരുടെ പ്രവർത്തനത്തെ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ തകർക്കാൻ CPM-ന്റെ അവരുടെ സംരക്ഷകരായി മാറിയ, കൊള്ളസംഘത്തിന്റെ സംരക്ഷകരായി മാറിയ, പകൽക്കൊള്ള നടത്തുന്നവരുടെ സംരക്ഷകരായി മാറിയ കേരള പോലീസ് ചെയ്തിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റഹീം വെറ്റക്കാരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജനലാശുപത്രി ജംഗ്ഷനിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഷാഹുൽ ജെ പുതിയ പറമ്പിൽ, ദീപക് ഏരുവ, AD തോമസ്, അൻസിൽ ജലീൽ, S. ഷഫീഖ്, നായിഫ് നാസർ, ആദിത്യൻ സാനു, M. നീനു, റീനു ബുട്ടോ, K. നൂറുദ്ദീൻ കോയ, ഷിജു താഹ, യാസിൻ റഫീഖ്, വിഷ്ണു പ്രസാദ്, ഷാജി ജമാൽ, ബിലാൽ മുഹമ്മദ്, പോൾ, അഭിലാഷ്, ബദർ മുനീർ തുടങ്ങിയവർ പ്രകടനത്തിനും റോഡ് ഉപരോധത്തിനും നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. സപ്ലൈകോ ഓണം ജില്ലാ ഫെയറിന് ആലപ്പുഴയിൽ തുടക്കമായി. വിപണിയിലെ സർക്കാർ ഇടപെടൽ ശക്തമായി തുടരുമെന്ന് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. ഓണം ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുഞ്ഞിന്റെ ആരോഗ്യം പോലെ തന്നെ കരുതണം അമ്മയുടെ മാനസികാരോഗ്യവും എന്ന സന്ദേശമുയർത്തി പ്രസവാനന്തര വിഷാദരോഗ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K. ദീപ്തി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജാപ്പാനീസ് സാങ്കേതിക വിദ്യ പരീക്ഷിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ സാന്നിധ്യത്തിലാണ് ശുചീകരണ പ്രക്രിയ നടത്തിയത്. ജീവനക്കാരെ പട്ടിണിക്കിടരുത് എന്ന മുദ്രാവാക്യമുയർത്തി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിജീവന ധർണ സംഘടിപ്പിച്ചു.
ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും തുടർന്ന് റോഡ് ഉപരോധവും നടത്തി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.